ശ്രീകൃഷ്ണ ജയന്തിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ഫോട്ടോ കാണുന്നത്. ഒരു ഉണ്ണിക്കണ്ണ് തിരിച്ചു നടന്നു പോകുന്ന ഒരു ഫോട്ടോ, കാൽപ്പാടുകൾ ഇങ്ങനെ കാണുന്നുണ്ട്, തിരിഞ്ഞു നടക്കുന്ന ഒരു ഫോട്ടോ. അത് കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് എന്തൊക്കെയോ ആണ് തോന്നുന്നത്. എന്റെ അമ്മമ്മ പോവാണോ, അമ്മമ്മ കണ്ണന്റെ കൂടെ പോവാണോ, ഇതെന്താ ഇങ്ങനത്തെ ഒരു ഫോട്ടോ? ഒരു നെഗറ്റീവ് അടിച്ചെനിക്ക് ആ ഒരു ഫോട്ടോ കണ്ടപ്പോ. അപ്പൊ തൊട്ട് എന്റെ ഉള്ളില് എന്തോ ഒരു അസ്വസ്ഥത കേട്ടോ ആ ഫോട്ടോ കണ്ടപ്പോ. അപ്പൊ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഭയങ്കര പ്രയാസം. അന്ന് വരെ ഞാൻ വാട്സപ്പ് പ്രൊഫൈൽ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരാളായിരുന്നു കേട്ടോ. നല്ല നല്ല ഫോട്ടോസ് വരുമ്പോൾ അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അന്ന് എനിക്കിങ്ങനെ ആ ഫോട്ടോ കണ്ടപ്പോ എനിക്ക് ഭയങ്കര പ്രശ്നം വന്നപ്പോ ഞാൻ വെറുതെ ഗൂഗിൾ എടുത്ത് നോക്കിയപ്പോ എവിടെയോ നോക്കിയ സമയത്ത് ഒരു മഹാലക്ഷ്മിന്റെയോ മൂങ്ങ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു വെള്ളിമൂങ്ങയുടെ ചിത്രമൊക്കെ ആയിട്ടുള്ള ഒരു മഹാലക്ഷ്മിന്റെ ഫോട്ടോ, അത് കണ്ടപ്പോ എനിക്കൊരു ഊർജം വന്നു. അത് കണ്ടപ്പോ എനിക്ക് എന്തും തരണം ചെയ്യാം എന്നുള്ളൊരു മനോഭാവം വന്നിട്ട് ഞാൻ അത് എന്റെ പ്രൊഫൈലാക്കി. 2019 ഓഗസ്റ്റ് 22 ഞാൻ അത് എന്റെ വാട്സപ്പിന്റെ പ്രൊഫൈലാക്കിയതാണ്. ഇന്ന് ഈ വർഷം 2025 ഇന്ന് ദിവസം ഞാൻ ഈ സംസാരിക്കുമ്പോഴും എന്റെ പ്രൊഫൈൽ അത് തന്നെയാണ്. അന്നേന് ശേഷം ഞാൻ എന്റെ വാട്സപ്പിന്റെ പ്രൊഫൈൽ മാറ്റിയിട്ടേ ഇല്ല. അത് തന്നെയാണ്, എനിക്ക് മാറ്റാൻ തോന്നുന്നില്ല. എനിക്ക് അത്രയും ഒരു ശക്തി, ആ ഫോട്ടോ എനിക്ക് തന്ന ആ ഒരു ശക്തി ഉണ്ടല്ലോ, അതിൽ എനിക്ക് ഭയങ്കര വിശ്വാസമായി പോയി. എന്നിട്ട് ഞാൻ വിചാരിച്ചില്ല എനിക്ക് അമ്മമ്മേനെ ഒന്നും കൂടെ കാണണം. എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോ അവർ പറഞ്ഞു ഇല്ല, ഒരു ദിവസം മാമൻ കയറി കണ്ടല്ലോ, ഒരാൾക്കേ അനുവാദമുള്ളൂ കയറി കാണാൻ വേണ്ടിയിട്ട്, പറ്റൂല മോളെ. ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ ദിവസം കാണുന്നത് അമ്മമ്മേന, എനിക്ക് ഇന്ന് കാണാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് പ്രയാസമാവുന്നതാണ്. പൂര എന്നാ കയറിക്കോന്നാണ്. അപ്പൊ ഞാൻ അങ്ങനെ ഉള്ളിൽ കയറിയ ഉടനെ എനിക്കൊന്നാകെ എനിക്കിങ്ങനെ തണുപ്പാണോ തെരുപ്പാണോ എന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഞാൻ നോക്കുമ്പോ എനിക്ക് തോന്നുന്നത് അമ്മമ്മേന്റെ ഇവിടെയൊക്കെ മരുഭൂമിയിൽ വിണ്ട് കയറിയത് പോലെ ഒരു വിള്ളലൊക്കെ തോന്നാം, സ്കിന്നൊക്കെ ഇങ്ങനെ കേറി എന്തോ ഒരു ചേഞ്ച് എനിക്ക് അമ്മമ്മയ്ക്ക് ഫീൽ ചെയ്തു കേട്ടോ. അമ്മമ്മ എൻ്റെ അടുത്ത് കുറെ നേരം സംസാരിച്ച്, കുറെ കാര്യങ്ങൾ എൻ്റെ അടുത്ത് സംസാരിച്ചു. ആരടുത്തും പറയരുതെന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. അത് ഇന്ന് വരെ ഞാൻ ആരടുത്തും പറഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അതിനുശേഷം അമ്മമ്മ എന്നോട് പറയാം എനിക്ക് ചെട്ടിയാങ്കണ്ടി പോണം. അമ്മമ്മേന്റെ വീട്ടുകാരാണേ. എനിക്ക് ചെട്ടിയാങ്കണ്ടി പോണം, വാ വാ ചന്ദ്രനോട് പറ. ചന്ദ്രൻ എന്ന് പറഞ്ഞ ഡോക്ടറാണ്. അതുവരെ ബഹുമാനത്തോടെ സംസാരിച്ച അമ്മമ്മ പറയാം ചന്ദ്രനെ വിളിക്ക്, ഓനോട് ഞാൻ പറയാം എനിക്ക് പോണം, എനിക്ക് എന്റെ ചെട്ടിയാങ്കണ്ടിയിൽ ഒരു ദിവസം എനിക്ക് ഉറങ്ങണം, ഒരു ദിവസം എനിക്ക് ചെട്ടിയാങ്കണ്ടി കിടന്നിട്ട് ഉറങ്ങണം, എന്നെ കൊണ്ടുപോ, ഇവിടെ കിടക്കണ്ട, ഇത് എത്ര നല്ല വില കൂടിയ റൂമായിട്ടും കാര്യമില്ല, എനിക്ക് എന്റെ ചെട്ടിയാങ്കണ്ടി കിടന്നുറങ്ങണം, എത്ര ദിവസം എന്നെ ഇവിടെ പൂട്ടിയിട്ടിട്ട് എനിക്ക് ഇവിടെ കിടക്കണം. ഞാൻ അമ്മമ്മ നമുക്ക് നാളെ പോവാന്ന് ഡോക്ടർ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടൊന്നും ഒരു രക്ഷയില്ല. അമ്മമ്മ ഇതന്നെ പറഞ്ഞോണ്ടിരിക്കുക. അപ്പൊ അമ്മമ്മ എന്നോട് പറയാണേ, അപ്പൊ അമ്മമ്മേന്റെ ആ ഒരു പിടിവാശി കണ്ട ഉടനെ അത്രയും ദിവസം ഞാൻ ആ ICUവിൽ കയറിയ കൂടെ കിടക്കുന്നവരെയും കൂടെ ചിരിപ്പിച്ചിട്ടാണ് ഞാൻ പുറത്തിറങ്ങുന്നത്. പക്ഷെ അന്ന് എനിക്ക് എന്തോ പെട്ടെന്ന് ഞാനങ്ങ് കരഞ്ഞു. ഞാൻ അങ്ങനെ കരഞ്ഞിട്ടില്ല അതിൻ്റെ ഉള്ളിൽ നിന്ന്. പക്ഷെ പെട്ടെന്ന് എനിക്ക് എന്തോ ഒന്നങ്ങ് കൈവിട്ടു പോയ പോലെ ഞാൻ അങ്ങ് കരഞ്ഞപ്പോ അമ്മമ്മ ഭയങ്കര വിഷമായി പോയി. അമ്മമ്മ പെട്ടെന്ന് എന്റെ മുഖം പിടിച്ചിട്ട് ഇങ്ങനെ കിടക്കുക, അമ്മമ്മയ്ക്ക് ഏലില്ല, ഇവിടെയാണ് ഞാൻ നിൽക്കുക. അപ്പൊ ഇങ്ങനെ പിടിച്ചിട്ട് എന്റെ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് അമ്മ പറഞ്ഞു മോള് കരയരുത് കേട്ടോ, മോള് കരയരുത്. എന്നിട്ട് എന്റെ കണ്ണുനീര് ഇങ്ങനെ ഒലിച്ചു പോകുന്നുണ്ട്. എന്നിട്ട് അതിങ്ങനെ തുടച്ചിരാ എനിക്ക്. ഇങ്ങനെ ആക്കാൻ പറ്റില്ല, കൈ എന്തൊക്കെയോ വയറൊക്കെ ഉണ്ട് മീത്ത്. എന്നിട്ട് ഇങ്ങനെ തുടയ്ക്കാൻ പറ്റില്ല. അമ്മമ്മ ഇങ്ങനെ തുടച്ചത് എനിക്ക് ഇപ്പോഴും ഇങ്ങനെ തുടച്ചിട്ട് എന്നോട് പറഞ്ഞ് മോള് കരയരുത് കേട്ടോ, നീ കരഞ്ഞാ തീർന്ന്, നീയാണ് എല്ലാവർക്കും ധൈര്യം കൊടുക്കുന്ന ആള്, നീ എങ്ങനെയാ കരയാ, നീ കരയരുത്. നാളെ വരുമ്പോ നിന്റെ കോലം എന്തൊരു കോലായത്, ഇങ്ങനെയൊന്നും നടക്കരുത്, നീ നിന്നെ തന്നെ മറന്നിട്ട് കോലം കെട്ട അവസ്ഥയിലാണുള്ളത്. അമ്മമ്മ പോയാ മോക്ക് പിന്നെ ഒന്നും പ്രശ്നമില്ല, മോളൊന്ന് ഫ്രീ ആവും. മോക്ക് മോളെ ചിന്തിച്ച് മോളെ മോനെയും ഭർത്താവിനെയും ഒക്കെ നോക്കിയിട്ട് മോള് ജീവിക്കണം. മോള് ഇങ്ങനെയൊന്നും നടക്കരുത്, കുറച്ച് ഒരുങ്ങി നടക്കണം. പെൺകുട്ടികളായാലും ഒരുങ്ങി നടക്കണം, കാതിലിടണം, പൊട്ടുകുത്തണം. അതായത് അമ്മമ്മ ഇങ്ങനെ പറയാ എപ്പോഴും കണ്ടു കഴിഞ്ഞാൽ ഐശ്വര്യം തോന്നുന്ന രീതിയിൽ മോള് നടക്കണം. ഞാനങ്ങ് പോയാ പിന്നെ മോക്കൊന്നും ഏതുമില്ല, അങ്ങനെയാട്ടോ പറയാ, ഏതുമില്ല, മോക്ക് എന്തും സമയം ഉണ്ടാവും. ഇപ്പൊ ഞാനുള്ളതുകൊണ്ടല്ലേ മോക്ക് ഇത്രയും, എന്നാലും സാരല്ല, മോള് ഞാനുള്ള വരെ ഇനി എനിക്ക് എന്റെ കൂടെ തന്നെ വേണം, അത് ഞാൻ നിർബന്ധം പിടിക്കും. പക്ഷെ ഞാൻ പോയി കഴിഞ്ഞാൽ നീ ഇങ്ങനെ നടക്കരുത്. നാളെ വരുമ്പോ നീ ഈ ഡ്രസ്സ് മാറ്റിയിട്ട്, അമ്മമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ഉണ്ട് എൻ്റെ അടുത്ത്, ഞങ്ങളെ ആനിവേഴ്സറിക്ക് തൊട്ട് മുന്നേ നവംബറിൽ, അതായത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ കഴിഞ്ഞ നവംബറിൽ വാങ്ങിയതാ. ആ ഡ്രസ്സ് ഞാൻ ഒരേ ഒരു തവണയെ ഇട്ടിട്ടുള്ളൂ. അപ്പൊ അമ്മമ്മ എന്നോട് പറഞ്ഞ് ആ ഡ്രസ്സ് ഇട്ടിട്ട് വരണം നാളെ കേട്ടോ, പൊട്ട് തൊടണേ, മറക്കരുത്. ഞാൻ പൊട്ടൊന്നും തൊട്ടിട്ടില്ലേന്ന്. പൊട്ട് തൊടണം, വള ഇടണം. അമ്മമ്മ അങ്ങനെ പറയാ എന്നോട്, നല്ലോണം മുടി കെട്ടണം, കുളിച്ച് നല്ല സുന്ദരി കുട്ടിയായിട്ട് വരണം. നീ ഇപ്പൊ ഞാൻ അഥവാ മരിച്ചു പോയാലും കുഴപ്പമില്ല, അന്നേരം നിനക്ക് നിന്നെ പറ്റി ഒരു ഓർമ്മയും ബോധമൊന്നും ഉണ്ടാവൂല,
അങ്ങനെ മരിച്ച വീട്ടിലെ പോലെ അല്ല നിങ്ങൾ നിൽക്കേണ്ടത്. ഞാൻ മരിച്ചാല് നല്ല കല്യാണമായിരിക്കണം, വീട്ടില് സന്തോഷായിരിക്കണം, ഒരു കുട്ടിയും കരയരുത്, എന്നെ തൊട്ട് അശുദ്ധാക്കാനും പാടില്ല, മരിച്ചെടുത്ത് കിടന്ന് കരയുന്ന പോലെ എന്നെയും കിടത്തിയിട്ട് എല്ലാരും കൂടി പൊത്തിപ്പിടിച്ച് കരയാനൊന്നും പാടില്ല, എനിക്ക് കരച്ചില് കേക്ക് വേണ്ട, അതൊക്കെ നിന്നെ ഏൽപ്പിച്ചേക്ക്. അമ്മമ്മ എന്തോ ഇങ്ങനെ ശരിക്കും ഗോഡ് പ്രോമിസ്, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ സമയത്ത് കേട്ടോ. എന്നുവെച്ചാൽ ഇതിങ്ങനെ ആരോ പറഞ്ഞു കൊടുത്ത പോലെ അമ്മമ്മ എനിക്ക് സ്ക്രിപ്റ്റ് എഴുതി തരുന്ന പോലെ പറയാം, എന്നോട് പറയാ, പിന്നെ നാളെ ഞാൻ അഥവാ ഇല്ലെങ്കിലും മോള് കുളിപ്പിക്കാൻ കേട്ടോ എന്നെ, ആരും കരയരുത്, എനിക്കത് ഇഷ്ടമല്ല, നല്ല രീതിയിൽ സന്തോഷത്തോടെ നിങ്ങൾ എല്ലാവരും ചിരിച്ച് സന്തോഷത്തോടെ ഞാൻ പറഞ്ഞയക്കണം, നീ വിചാരിച്ചാൽ അത് സാധിക്കും എന്ന്. അപ്പൊ അമ്മമ്മ അത് പറയുമ്പോ ആ സമയത്ത് നമ്മളിങ്ങനെ എന്തോ ഒരു പിച്ചും പേയും പറയുന്ന പോലെ നമ്മൾ കേൾക്കുന്നത്. എന്നാൽ പോലും ഞാൻ പറഞ്ഞു, ആ അമ്മമ്മ ഞാൻ പറഞ്ഞു സത്യം ചെയ് അല്ലേ, നീ കരയോ? ഞാൻ പറഞ്ഞില്ല അമ്മമ്മ ഞാൻ കരയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ടോ. വാക്ക് അമ്മമ്മ പറഞ്ഞതൊക്കെ ഞാൻ അനുസരിക്കും. വാക്ക് അമ്മമ്മ ഇപ്പൊ നല്ല കുട്ടിയായിട്ട് കിടന്നാൽ മാത്രം മതി, അമ്മമ്മ ഒന്നിനെ പറ്റിയും ചിന്തിക്കരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ കിടന്ന കിടപ്പിൽ അമ്മമ്മേന്റെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ മുറുക്ക പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, വാക്ക് അമ്മമ്മേ, അമ്മമ്മ ഞാൻ പ്രസവിച്ചപ്പോ അമ്മമ്മ എന്നെ വാങ്ങിയത്, അപ്പൊ അമ്മമ്മേന്റെ കൈ ഞാൻ അമ്മമ്മയ്ക്കാണ് കൊടുത്തത് പ്രസവിച്ചിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മൾ ഇങ്ങനെയുള്ളത്. അപ്പൊ അമ്മമ്മേന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കും. അമ്മമ്മ ഈ ഭൂമിയിൽ ഇല്ലാണ്ടാവുന്ന ഒരു കാലം, നാളെന്നോ അല്ലേ മറ്റന്നാളെന്നോ ഞാൻ പറയുന്നില്ല, ഞാൻ പറഞ്ഞ അമ്മമ്മ ഇല്ലാണ്ടാവുന്ന ഒരു കാലം ഉണ്ടാവുമല്ലോ, അന്ന് വെണ്ണീരാവുന്നവരെ ഞാൻ അമ്മമ്മേന്റെ കൂടെ തന്നെ ഉണ്ട് അമ്മമ്മേ എന്ന് പറഞ്ഞപ്പോ അമ്മമ്മ പറഞ്ഞേ, ഞാൻ അഥവാ ഇല്ലെങ്കിലും നാളെ ഇല്ലെങ്കിലും നീ കരയാണ്ട് കാര്യങ്ങളൊക്കെ നോക്കണം. ഷിനുമാമൻ അത്ര ധൈര്യം ഇല്ലാത്തൊരു മാമന, അപ്പൊ അങ്ങനത്തെ കാര്യത്തിൽ കേട്ടോ, ബാക്കി എല്ലാത്തിനും ഭയങ്കര ധൈര്യമാണേ. അപ്പൊ മാമനെയൊക്കെ നീയാണ് നോക്കേണ്ടത്, അപ്പൊ എല്ലാം നീ നോക്കിക്കൊള്ളണം. പിന്നെ ഞാൻ വെണ്ണീരായി എല്ലാം പരിപാടി കഴിഞ്ഞിട്ട് നീ കരഞ്ഞോ, ഒന്നിച്ചങ്ങോട്ട് കരഞ്ഞോ, പ്രശ്നമില്ല, പക്ഷെ അതുവരെ നീ കരയരുത്. ഒരു വാണിംഗ് പോലെ എന്നോട് പറയാ, എന്നാ ചെത കത്തി വെണ്ണീറാവുന്നവരെ നീ കരയരുത്, അതിനുശേഷം നീ ഒന്ന് പൊട്ടി കരഞ്ഞോ, പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഞാനിതെല്ലാം വാക്ക് കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോ എനിക്കിങ്ങനെ ഒരുമാതിരി ഇങ്ങനെ ഒരു കനം ഇങ്ങനെ ചെവിയിലേക്ക് ഇങ്ങനെ അടയുന്ന പോലെയോ, എന്തോ ഒരു ഇങ്ങനെ ഒരു തെള്ളല് പോലെ, എന്തോ ഒരു ബോഡിക്ക് എന്തോ ഒരു അവസ്ഥ. അപ്പൊ ഞാൻ പറഞ്ഞ് അമ്മമ്മയ്ക്ക് എല്ലാം പറഞ്ഞു വാക്ക് കൊടുത്ത് ഞാൻ പുറത്തിറങ്ങിയപ്പോ ഞാൻ ഫാർമസിന്ന് സാധനം വാങ്ങിക്കൊണ്ട് കൊടുത്തപ്പോ അതിൽ അവരെഴുതിയിട്ടുണ്ട് മൂക്കിലൂടെ ട്യൂബ് ഇടാൻ വേണ്ടിട്ട്, തൊണ്ടയിൽ കൂടെ ഒന്നും ഇറങ്ങുന്നില്ല, ഇനി ട്യൂബ് ഇടണം എന്ന് പറഞ്ഞിട്ട്. ആ ട്യൂബ് ഞാനിങ്ങനെ ട്രേയിൽ, ഒരു വലിയൊരു ട്രേ തരാം അവര്, അത് ഇങ്ങനെ കൊണ്ട കൊടുക്കുമ്പോ ഞാൻ വിചാരിക്കുന്നത്, ദൈവമേ ഇത് ഇടണ്ട, അപ്പൊ അമ്മമ്മ നാളെ പോകുന്നാണോ, അങ്ങനെയാണോ ഞാൻ പ്രാർത്ഥിക്കണ്ടേ, അത് ശരിയാണോ, അയ്യോ എന്റെ അമ്മമ്മ പോകുന്ന രീതിയിൽ ഞാൻ എന്തൊക്കെയോ ഇങ്ങനെ കേറി മറിഞ്ഞിങ്ങനെ എന്റെ തലയിൽ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുക, എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാന് പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി, ഗ്ലാസ് തുറന്ന് ഞങ്ങൾ പുറത്തിറങ്ങുക വീട്ടിലേക്ക് പോകാൻ വേണ്ടി, നാളെ രാവിലെ വരണല്ലോ. പുറത്തിറങ്ങിയപ്പോ എനിക്ക് എന്തോ അങ്ങനെ അമ്മമ്മേനെ അവിടെ ഇട്ടിട്ട് പോകാൻ എന്തോ ഒരു മനസ്സിന് വല്ലാത്തൊരിത്. അപ്പൊ ഞാൻ തിരിച്ചു പോയിട്ട് ഞാൻ അവിടെ എല്ലാ ചേച്ചിമാരുടെ അടുത്തും ആരുടെ നോക്കിയോ എന്തൊക്കെയോ വാങ്ങി. ഞാൻ പറഞ്ഞു എനിക്ക് ഒരു കാപ്പിപ്പൊടി താ, കാപ്പിപ്പൊടിയേ ഉള്ളൂ, കാപ്പിപ്പൊടി കിട്ടി. ഒരേച്ചിന്റെ അടുത്ത് എനിക്ക് പഞ്ചസാര കിട്ടി, ഒരാളുടെ അടുത്ത് എനിക്ക് ചൂടുവെള്ളം കിട്ടി, ആരുതോ ഗ്ലാസ് കിട്ടി, സ്പൂണ് കിട്ടി, എല്ലാം കൂടി ആക്കിയിട്ട് ഞാൻ തന്നെ എന്റെ കൈ കൊണ്ടൊരു ഗ്ലാസ് കാപ്പി ഉണ്ടാക്കിയിട്ട് ഞാൻ ഓടി ഐസിയുവിന്റെ അടുത്ത് പോയിട്ട് ഞാൻ ചേച്ചിനോട് പറഞ്ഞു, എന്നെ ഒറ്റൊരു തവണ നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറ്റണം. അപ്പൊ അവർ പറഞ്ഞ് അവർക്ക് ഇങ്ങനെ എന്നെ ഇഷ്ടമാണ്, പക്ഷെ അവരെ റൂളാണല്ലോ. അപ്പൊ അവര് ഷൗട്ട് ചെയ്യല്ല, നിങ്ങൾ എന്താ അങ്ങനെ ഇങ്ങനെ സംസാരിക്കല്ലേ, നിങ്ങൾ ഇങ്ങനെ ഇതാവല്ലേ, ഒരു കുഴപ്പമില്ല, നാളെ വാർഡിലേക്ക് മാറ്റുന്ന ഡോക്ടർ പറഞ്ഞില്ലേ, നിങ്ങൾ സമാധാനത്തോടെ പോകും. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു ഇത് വന്നപ്പോ ഞാൻ ചോദിച്ചു, നാളെ ഞാൻ വരുന്ന സമയത്ത് എന്റെ അമ്മമ്മ ഇതുപോലെ ഉണ്ടാവും, നിങ്ങൾ എനിക്ക് ഉറപ്പ് തരുമെങ്കിൽ ഞാൻ തിരിച്ചു പോവാന്ന് പറഞ്ഞു. അപ്പൊ ആ ചേച്ചി ഒന്നും പറഞ്ഞില്ല. ചേച്ചി പറഞ്ഞാൽ നിങ്ങൾ എന്നാ പെട്ടെന്ന് കയറിയിട്ട് പൊയ്ക്കോന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഉള്ളിൽ കയറി, ഞാൻ അമ്മമ്മയ്ക്ക് കാപ്പി കൊടുത്തു. ആ കാപ്പി ആറ്റി കൊടുത്തപ്പോ ഒന്നും കുടിക്കാൻ പറ്റാത്ത അമ്മമ്മ പക്ഷെ അതെങ്ങനെയൊക്കെയോ ഇറക്കിട്ടോ. അപ്പൊ ഞാൻ അമ്മമ്മയ്ക്ക് അമർത്തി പിടിച്ചൊരു ഉമ്മ കൊടുത്ത്, അമ്മമ്മേന്റെ നെഞ്ചത്ത് ഇങ്ങനെ കിടക്കും, വെറുതെ ഇങ്ങനെ ഇവിടെ കിടക്കുക, അതൊരു ശീലാണ്, ആ ചൂടത്ത് ഇങ്ങനെ കിടക്കുക. അങ്ങനെ കിടന്ന് കുറച്ച് മണത്ത് നോക്കി, കുറച്ചൊരു ഉമ്മ കൊടുത്ത്. അപ്പൊ എന്റെ ഗൾഫിലത്തെ മാമനുണ്ട്, മാമൻ അമ്മമ്മേനെ കാണാനൊന്നും പറ്റുന്നില്ല. അപ്പൊ ഞാൻ മാമന്റെ കോൾ എന്റെ കയ്യിലുണ്ട് കേട്ടോ, മാമൻ അമ്മമ്മ പറയുന്നത് കേട്ടോട്ടെ വിചാരിച്ചിട്ട് ഞാൻ ഐസിയുയിൽ ഫോൺ കൊണ്ടുപോയിട്ട് ഞാൻ അമ്മമ്മേനോട് ഇങ്ങനെ സംസാരിക്കാം. അമ്മമ്മ അത് പറ, അമ്മമ്മേ ഞാൻ ചോദിച്ചേ, അമ്മമ്മേ ഫോണിൽ മാമനുണ്ട്, മാമനോട് എന്തെങ്കിലും പറയണമെങ്കിൽ മാമൻ പറഞ്ഞു കേട്ടോ. അമ്മമ്മ അപ്പൊ പറഞ്ഞു എന്നാണ്. അമ്മമ്മ ചോദിച്ചാൽ എന്ത് പറയാനാ മക്കളെ, എനിക്ക് ഏതും ഇല്ലാന്നോ അങ്ങനെ എന്തോ പറഞ്ഞു അമ്മമ്മ. എനിക്ക് പുറത്തിറങ്ങിയപ്പോ പിന്നെ എനിക്ക് എന്തോ പറ്റി. ഞാൻ അവിടെ ഉള്ള ഒരു പ്രിയംവദ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചേച്ചിമാരൊക്കെ ഉണ്ട്. ഞാൻ പുറത്തിറങ്ങിയത് എന്റെ വരുത്തും എന്റെ നടത്തവും കണ്ട സമയത്ത് ഇവരൊക്കെ എൻ്റെ അടുത്തേക്ക് ഓടി വന്ന്, അപ്പൊ ഞാൻ ആ ചേച്ചീനെ മുറുക്കി കെട്ടിപ്പിടിച്ച്, അവർക്ക് ശ്വാസം കിട്ടാത്ത അത്രയും ശക്തിയിൽ ഏതോ ചേച്ചിയാ, അവരെ ഞാൻ ഞെക്കി പിടിച്ചിട്ട് ഞാനൊന്ന് നല്ല പോലെ കരഞ്ഞപ്പോ അവരെല്ലാരും കരഞ്ഞിട്ടോ.
അവരൊക്കെ പറഞ്ഞ ഞങ്ങളെല്ലാം ധൈര്യപ്പെടുത്തിയിട്ട് നീ ഇങ്ങനെ പൊട്ടിക്കരയുമ്പോ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല മോളെ, നീ കരയല്ലേ. എന്റെ കൂടെയുള്ളവരൊക്കെ കരഞ്ഞു, സെക്യൂരിറ്റി വരെ കരഞ്ഞു കേട്ടോ. അയാള് വരെ കരഞ്ഞ്, അയാളൊക്കെ അങ്ങനെ തട്ടി സമാധാനിപ്പിച്ച്, എന്താ അത് ഇത്രയും ദിവസം ഇവിടെ അടിപൊളിയായിട്ട് എല്ലാരെയും ചിരിപ്പിച്ച നീയല്ലേ, നീ ഇപ്പൊ കരയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്നോട് ഇങ്ങനെ സംസാരിച്ചു. അപ്പൊ ഞാൻ പോകുന്ന പോക്കില് ഡോക്ടർ ജയസൂപ്പാണ്ടിനെ കണ്ട്. അപ്പൊ സാറോട് ഞാൻ ചോദിച്ചു, ഒരു ഭീഷണി പോലെയാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ സാറോട് ചോദിച്ചു, എന്റെ അമ്മമ്മേന നാളെ വാർഡിലേക്ക് മാറ്റുമോ? സാറിന് റിപ്പോർട്ടൊക്കെ നോർമലാണ്, മരുന്നില്ലാതെ BP നോർമലായിട്ട് നിൽക്കുന്നുണ്ട്, നീ റൂമിലേക്ക് മാറ്റാം, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, എന്റെ അമ്മമ്മേനെ ഞങ്ങൾക്ക് നാളെ റൂമിൽ കയറ്റാൻ പറ്റില്ല, എന്റെ അമ്മമ്മ ഇന്ന് പോകും, അമ്മമ്മ നാളെ നേരം വെളുക്കുമ്പോഴത്തേക്ക് പോകും, എനിക്കറിയാന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ ഇതെന്താ ഇത്രയും പഠിപ്പും വിവരമുള്ള നീ ഇങ്ങനെയാണോ സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് അമ്മമ്മേനെ കാണുമ്പം ഫീൽ ചെയ്യുന്നത് അമ്മമ്മ നാളെ ഉണ്ടാവൂല എന്നാണ്. എനിക്ക് അമ്മമ്മേനെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത് അമ്മമ്മ പോവാണ്, ഇതെന്റെ ലാസ്റ്റ് മീറ്റിംഗ് ആണ് എന്നൊക്കെ എനിക്ക് തോന്നുന്നു ഡോക്ടറെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ എന്തൊക്കെയോ പറയാം. അപ്പൊ ഡോക്ടർ എന്റെ കൈ രണ്ടും പിടിച്ച്, സാറ് രണ്ട് കൈ കൊണ്ട് എന്റെ ഒരു കൈ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട്, ബിൻസി കൂൾ കൂൾ, നീ ഒന്ന് റിലാക്സ് ആവ്, നീ നല്ല ഇതിൽ ചിന്തിക്ക്, ഇങ്ങനെ പറയല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ ഒരു വല്ലാത്തൊരു രീതിയിൽ ഞാൻ സാറോട് ചോദിച്ചു, സാറെ ശാസ്ത്രമാണോ എന്റെ മനസ്സാണോ നാളെ സംഭവിക്കാന്നുള്ളത്, നാളെ കാണാം. ഒരു വല്ലാത്തൊരു മോശമായിട്ടുള്ള രീതിയിൽ ഞാൻ സംസാരിക്കില്ലേ, നമുക്കിങ്ങനെ ദേഷ്യവും സങ്കടവും വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, സാറ് നോക്കിക്കോ, നാളെ സാറ് ശാസ്ത്രവും സയൻസും ഒന്നുമല്ല ശരിയാവാൻ പോകുന്നത്, എന്റെ അമ്മമ്മ നാളെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പൊ സാർക്ക് എന്തോ ഒരു വല്ലാത്തൊരു അസ്വസ്ഥത തോന്നിയേ. അപ്പൊ സാറ് ഒന്നും പറയാണ്ട് ഇങ്ങനെ നിന്ന് എന്നെ കുറെ നേരം നോക്കിയപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ പോവാ, എനിക്ക് ഇനി ആരെയും കാണണ്ട, ഞാൻ പോവാണ്, എന്റെ അമ്മമ്മേനെ ഞാൻ ലാസ്റ്റ് കണ്ടുണ്ട്, എനിക്ക് ഇത് മതി എന്നൊക്കെ എന്തൊക്കെയോ ഇങ്ങനെ പിച്ചുമേയും പറയും പോലെ ഞാൻ സാറടുത്ത് സംസാരിച്ചിട്ട് ഞാൻ അവിടുന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് ICU എനിക്ക് ഇപ്പോഴും എന്റെ ലാസ്റ്റ് എന്റെ അമ്മമ്മേന്റെ ഓർമ്മ എന്ന് പറയുന്നത്, അമ്മമ്മ കിടക്കുമ്പോൾ ഞാൻ അമ്മമ്മേനോട് പറഞ്ഞു, ഇന്ന് ഞാൻ പോകുന്നില്ല. അമ്മമ്മ സമാധാനമായി ഇരിക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ പറഞ്ഞു, കണ്ണന്റെ അടുത്ത് എല്ലാരും ഉണ്ട്, മോന്റെ അടുത്ത് എല്ലാരും ഉണ്ട്, ഇന്ന് ഞാൻ പോകൂല. അമ്മമ്മയ്ക്ക് എന്താവശ്യം വന്നാലും സ്പോട്ടിൽ വിളിച്ചാൽ മതി, ഞാൻ ഈ ICUന്റെ ഡോറിന്റെ തൊട്ട് താഴെ ഉണ്ട്. അമ്മമ്മ ഒന്നും ചിന്തിക്കരുത്, ശാന്തമായിട്ടിരിക്കണം. അമ്മമ്മേന്റെ മോള് അമ്മമ്മേനെ വിട്ട് എങ്ങും പോയിട്ടില്ല, ഈ ഡോറിന്റെ അപ്പുറത്ത് ഞാൻ ഉണ്ടാവും അമ്മമ്മ. അതും ഞാൻ കള്ളത്തരം പറഞ്ഞ് പറ്റിച്ചാണ് കേട്ടോ. ഞാൻ പറഞ്ഞു, അമ്മമ്മ ഇതാ ഞാൻ ഇപ്പുറത്തുണ്ട്, തൊട്ടിപ്പുറത്തുണ്ട്, അമ്മമ്മ ഒരിക്കലും കരയരുത്. അപ്പൊ അമ്മമ്മ കടന്നിട്ട് ഇങ്ങനെ, മോള് പോയിക്കോ വാവ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ടാറ്റ തന്നിട്ട് ICUന്റെ ഡോർ വരെ ആ കട്ടനുള്ളിൽ കൂടെ നോക്കിയിട്ട് പൊയ്ക്കോ ഒന്നുമില്ല എന്നിങ്ങനെ പറയുന്ന അമ്മമ്മയാണ് എന്റെ കണ്ണിലെ ഏറ്റവും അവസാനത്തെ ജീവനുള്ള അമ്മമ്മ. അത് കഴിഞ്ഞിട്ട് ഞാന് അവിടുന്ന് പോയി. മാമനും ഞാനും കൂടെ ഡോറൊക്കെ തുറന്നു പോയി. പോകുന്ന സമയത്ത് അവിടെ ഓക്സിലറി ടീ ഷോപ്പിലുള്ള ചേച്ചിമാരോടൊക്കെ ഞാൻ സംസാരിക്കുക, പക്ഷെ അന്ന് ഞാൻ ആരോടത്ത് സംസാരിച്ചില്ല. സെക്യൂരിറ്റിനെ ഒന്നും ഞാൻ കണ്ടതുപോലെ എനിക്ക് ഓർമ്മയില്ല. അവരോടൊക്കെ ഞാൻ സംസാരിക്കുന്ന, എനിക്ക് ആരെയും ഓർമ്മയില്ല. അത് കഴിഞ്ഞിട്ട് ഞാന് ബസ് കയറി. ബസ് ലോങ് ബസ്സാണ്. അതിൽ കയറിയപ്പോ എനിക്ക് തലവേദന വന്നിട്ട് എന്റെ കണ്ണിന്റെ ഇവിടെ ഇങ്ങനെ തൂങ്ങി കണ്ണിങ്ങനെ മര്യാദയ്ക്ക് തുറക്കാൻ പറ്റാത്ത രീതിയിൽ മൈഗ്രെയിൻ വന്നു. അപ്പൊ ഞാനിങ്ങനെ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ അവിടെ എത്തിയപ്പോൾ രാത്രിയാണ് കേട്ടോ, ഒരു 7:30-8 മണിയൊക്കെ ഉണ്ടാവും. അവിടുത്തെ ശാന്തിക്കാരന്റെ നമ്പർ നമ്മുടെ അടുത്തുണ്ടേ. അതൊരു മാമന്റെ കല്യാണ ആവശ്യം പ്രകാരം വാങ്ങിയതാ, ജാതകങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ആലോചിച്ച, ഇദ്ദേഹത്തിന്റെ നമ്പർ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ നമ്പർ തപ്പിയെടുത്തിട്ട് ഞാൻ അയാളെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, നാളെ എനിക്ക് എമർജൻസി ആയിട്ട് നാളെ നിങ്ങൾ ഒരു പുലർച്ചെ സമയത്ത് ഇന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇന്ന വഴിപാട് ഏതാണെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. എനിക്ക് എന്താണെന്നറിയില്ല, ഭഗവാന് സുബ്രഹ്മണ്യ സ്വാമിക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യണം, പേരും നാളും ഞാൻ പറഞ്ഞു കൊടുത്തു, നിങ്ങളിത് ചെയ്യണം കേട്ടോ. ഒരു പുലർച്ചെ 4 മണിക്കാണ് ആ പൂജ ചെയ്യുക. അപ്പൊ അയാള് സന്തോഷപൂർവ്വം പറഞ്ഞു, ചെയ്യാം. ഞാൻ പറഞ്ഞ പൈസ ഞാൻ ഗൂഗിൾ പേ ഒന്നും ചെയ്യൂല, ഞാൻ നേരിട്ട് വന്ന് നിങ്ങളെ കയ്യിൽ തരും, ക്ഷേത്രത്തിൽ വന്ന് തരുക ചെയ്യാം, കുഴപ്പമുണ്ടോ ചോദിച്ചു. അതാരണം ഒരു പ്രശ്നമില്ല, നമ്മൾ ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയപ്പോൾ എനിക്കൊന്നും ഭക്ഷണമൊന്നും വേണ്ടാന്ന്. ഞാന് നേരെ ബെഡ്റൂമിൽ പോയി. മോനൊക്കെ ഉറങ്ങിപ്പോയി അപ്പോഴത്തേക്കും. അമ്മ ഉണ്ട് വീട്ടില്. ഞാൻ ആ ബെഡ്റൂമില് കയറി ആ കിടക്കയിൽ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചേ ഈ ഇരിപ്പില്ലേ, അങ്ങനെ കിടന്ന്, എന്നിട്ട് മേത്തേക്ക് ഒരു മടിയിൽ മാത്രം നമ്മൾ പുതപ്പിടുമല്ലോ, അങ്ങനെ ഇരുന്നിടത്തുനിന്ന് കിടന്നിട്ടുള്ള ഉറക്കാണ് ഞാൻ ഉറങ്ങിയത്. ഞാൻ ഉറക്കത്ത് കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മമ്മയ്ക്ക് എവിടെ പോകുമ്പോ, മാമിക്കാണെങ്കിലും ഇപ്പൊ ഡ്രസ്സിന് മാച്ചാക്കിയിട്ടൊക്കെ അങ്ങനെ ടവലൊക്കെ എടുത്തിട്ട് കൊടുക്കും കേട്ടോ. അമ്മമ്മയ്ക്ക് എല്ലാ പെൺകുട്ടികളും ഒരുങ്ങി പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അമ്മമ്മ എവിടെയോ പോവാണ്, ഞങ്ങള് നല്ല പുറപ്പെട്ട് അമ്മമ്മയ്ക്ക് ചന്ദനം തൊടണം. അപ്പൊ ഞാൻ ചന്ദനം തൊട്ടെടുക്കും, അമ്മ വലുതാക്കി തൊടല്ല നീ എന്നൊക്കെ പറഞ്ഞിട്ട്, അതൊക്കെയാണ് ഞാൻ കാണുന്നത്. അമ്മമ്മ അങ്ങനെ പുറപ്പെട്ട് നല്ല മൊഞ്ചത്തി കുട്ടിയായി ആ സാരിയൊക്കെ ഇട്ട് ഞാനും പുറപ്പെട്ട്, ഞങ്ങൾ രണ്ടും കൂടെ ചെട്ടിയാങ്കണ്ടി എന്റെ വീടിന്റെ അല്ല, ചെട്ടിയാങ്കണ്ടി വീടിന്റെ കോണി താഴേക്ക് ഇറങ്ങി. അമ്മമ്മ അങ്ങ് വളഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, അയ്യോ എന്റെ അമ്മമ്മയെ മറന്നുപോയല്ലോ, ഞാൻ ഇപ്പൊ വരാട്ടോ, ഒരു മിനിറ്റ് ഇവിടെ നിൽക്കേന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടിപ്പോയി എന്തോ എടുക്കാൻ പോയതാ, ടവലെടുക്കാൻ. എന്തിനോ ഞാൻ പോയി. തിരിച്ചു വന്ന് നോക്കുമ്പോ അമ്മമ്മേനെ കാണുന്നില്ല. ഞാൻ അമ്മമ്മേ എന്നിങ്ങനെ വിളിക്കുന്നത്, പിന്നെ വിളിച്ചത് ശരിക്കായി പോയി. അതായത് ഉറക്കത്ത് കണ്ടിട്ട് നമ്മൾ വിളിക്കുന്നത് ഒച്ചത്തിലായപ്പോ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഉണർന്നുപോയി.
ആ സ്പോട്ട് തന്നെ എന്റെ ഫോൺ അടിഞ്ഞപ്പോ ഞാൻ ഈ കിടന്ന കിടപ്പില് ഫോൺ അടിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഒരു സെക്കൻഡിൽ ഞാൻ ആലോചിക്കാം ഞാൻ എവിടെയാണുള്ളത്, എന്താണുള്ളത്, എന്റെ അമ്മമ്മ എവിടെയാ കിടക്കുന്നത്, ഈ കണ്ട സ്വപ്നമൊന്നുമില്ല എന്നൊക്കെയുള്ള കുറെ കാര്യങ്ങൾ ഒരൊറ്റ സെക്കൻഡിൽ എനിക്ക് പെട്ടെന്ന് കണക്ട് ആയി. അയ്യോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉണർന്നപ്പോ എന്തായിരിക്കും അമ്മമ്മേന്റെ അവസ്ഥ എന്ന് അറിയുന്നില്ലല്ലോ. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വലിച്ച് ഫോൺ എടുത്ത് ഫസ്റ്റ് റിങ് ഫുൾ അടിയുന്നതിന് മുന്നേ ഞാൻ എടുത്ത് ഹലോ ചോദിച്ചപ്പോ ശോഭേച്ചിയാണ്. അമ്മമ്മേന്റെ കൂടെ അന്ന് സ്റ്റേ ചെയ്തത് അമ്മമ്മേന്റെ അനിയത്തിയും സോറി എന്റെ അമ്മേന്റെ അനിയത്തിയും ഒരു ശോഭേച്ചിയാണ്. ശോഭേച്ചി എടുത്തിട്ട് ഹലോ ജിത്തു ആണോ? അയ്യോ. ഞാൻ പറഞ്ഞു എന്താ? അല്ല ഞാൻ ഹരീനെയാണ് വിളിച്ചതെന്ന് പറഞ്ഞു. എന്റെ വേറൊരു മാമനാണ്, അമ്മന്റെ അനിയത്തിന്റെ മോനാ.